Hi all, welcome to Chemmagilam Field the Chemistry. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പിന്റെ ലാസ്റ്റ് പാർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി മോസ്ബെയറിന്റെ ബേസിക് കാര്യങ്ങൾ, അതുപോലെ നമ്പർ ഓഫ് സിഗ്നൽസ് എങ്ങനെ കിട്ടും, എന്താണ് റീകോയിൽ എഫക്റ്റ്, ഇത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയന്റിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയന്റ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല, നോട്ട് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാകും. അപ്പോൾ ആദ്യത്തേത് സിംഗിൾ ലൈൻ തരും, രണ്ടാമത്തേത് 2 ലൈൻ തരും എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എൻ്റെ അടുത്ത കേസ് നോക്കാം. ഇഫ് ഇലക്ട്രോണിക് സിമെട്രി ഇസ് ദർ ബട്ട് നോ ലിഗാൻഡ് സിമെട്രി. അതായത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയൻ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന രണ്ട് കേസാണ്. ഒന്നുകിൽ ഇലക്ട്രോണിക് സിമെട്രി ഇല്ലാണ്ടിരിക്കുക, അല്ലെങ്കിൽ ലിഗാൻഡ് സിമെട്രി ഇല്ലാണ്ടിരിക്കുക. അപ്പോൾ അതിലെ ആദ്യത്തെ ഒരു കേസാണ് ഇലക്ട്രോണിക് സിമെട്രി ഉണ്ട് പക്ഷെ എന്തില്ല, ലിഗാൻഡ് സിമെട്രി ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 1/2 ആണ് പിന്നെ അയണിൻ്റെ കേസിൽ. അതുപോലെ തന്നെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഐ വാല്യൂ 3/2 ആണ്. അപ്പോൾ അത് ഗ്രൗണ്ട് സ്റ്റേറ്റിലാകുമ്പോൾ ഇതുപോലെ 2 ലൈൻസ് ആണ് ഉണ്ടാവുക, +or-2. എക്സൈറ്റഡ് സ്റ്റേറ്റിലാകുമ്പോൾ 4 ആയിട്ടാണ് ഉണ്ടാവുക, 4 ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണുള്ളത്. +1/2 -1/2 +3/2 -3/2. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്പ്ലിറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം എന്താ, EFG നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്തുണ്ടാവും, സ്പ്ലിറ്റിംഗ് എന്തായാലും ഉണ്ടാകും. അപ്പം എങ്ങനെയാണ് ഉണ്ടാവുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് സിംഗിളായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക, അതുപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റ് 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് +or-1/2 ആയിട്ടും +or-3/2 ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്പ്ലിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആണ് ആദ്യം കാണുന്നെങ്കിൽ നിങ്ങളത് ഫസ്റ്റ് ആ വീഡിയോ കണ്ട ശേഷം ഇത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, 2 സ്റ്റേറ്റ് ഉണ്ട്. എക്സൈറ്റഡ് സ്റ്റേറ്റിൽ 2 ഉണ്ട്, ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 1 ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ട്രാൻസിഷൻസ് നമുക്ക് പറയാം, 1/2 to 1/2, അതുപോലെ 1/2 to 3/2. സെലക്ഷൻ റൂൾ എന്താണ്, 0 +or-1. അപ്പോൾ ഇവിടെ 0 എന്നുള്ള സെലക്ഷൻ റൂളും +or- സെലക്ഷൻ റൂളും പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1/2 ഈ 3/2 ഇതിനിടയിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് കുറവായിരിക്കും, വളരെ കുറവായിരിക്കും. ആ കേസിൽ എന്താണെന്ന് സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി ഗ്യാപ്പ് സ്മോൾ ആവുന്ന സമയത്ത് നമുക്ക് 2 ലൈൻസ് കിട്ടുന്നതിന് പകരം ഒരു ബ്രോഡായിട്ടുള്ള ഒരു സ്പെക്ട്രാണ് കിട്ടുക. അപ്പോൾ അതാണ് ഇലക്ട്രോണിക് സിമെട്രി ഉണ്ട്, ലിഗാൻഡ് സിമെട്രി ഇല്ലാത്തൊരു കേസിൽ സംഭവിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു കേസാണ്. അതായത് ഇലക്ട്രോണിക് സിമെട്രി ഉണ്ട് പക്ഷേ ലിഗാൻഡ് സിമെട്രി ഇല്ലെങ്കിൽ അവിടെ എനർജി ഗ്യാപ്പ് സ്മോൾ ആണെങ്കിൽ എന്തുണ്ടാകും, അത് ബ്രോഡ് സ്പെക്ട്രാണ് നമുക്ക് തരിക. അപ്പോൾ ഇവിടെ മോസ്ബെയറിൻ്റെ സ്പെക്ട്രം ഇങ്ങനെയാണ്, ഇൻറ്റൻസിറ്റി ഓഫ് ഗാമ റേസ് Y ആക്സിസിലും അതുപോലെ X ആക്സിസിൽ എന്താണ് സ്പീഡ് ഓഫ് സോഴ്സുമാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഇലക്ട്രോണിക് സിമെട്രി ഉണ്ട്, ലിഗാൻഡ് സിമെട്രി ഇല്ലാത്ത കേസിൽ എനർജി ഗ്യാപ്പ്, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്ന ഗ്യാപ്പ് EQ എന്ന് പറയുന്ന ΔEQ, ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിങ്ങിൻ്റെ എനർജി ഗ്യാപ്പ് കുറവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകും, ബ്രോഡ് സ്പെക്ട്രാണ് കിട്ടുക. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്തത് ആ ഗ്യാപ്പ് കുറവാണെങ്കിൽ 2 സിഗ്നൽസ് ഓവർലേ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു ബ്രോഡ് സ്പെക്ട്രം നമുക്ക് തരും. ഇതാണ് അടുത്ത കേസ് പറയുന്നത്. നെക്സ്റ്റ്, ഇപ്പോൾ നമുക്ക് സ്ട്രോങ് സിഗ്മ ഡോണർ അല്ലെങ്കിൽ പൈ അക്സെപ്റ്റർ ലിഗൻസ്, അതായത് CO, NO ഇതുപോലത്തെ ഗ്രൂപ്പ് നമ്മൾ ആ മെറ്റൽ കോംപ്ലക്സസ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇലക്ട്രോണിനെ അതിന് ഒരു സൈഡിലേക്ക് അത് പുൾ ചെയ്യും. ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EFG എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇലക്ട്രോ ഫീൽഡ് ഗ്രേഡിയൻറ്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും, പക്ഷെ അത് മച്ച് ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളൊരു കേസാണ് വരിക. അതായത് സിഗ്മ ഡോണർ അതേപോലെ പൈ അക്സെപ്റ്റർ ഇങ്ങനെയുള്ള ലിഗാൻഡ്സിൻ്റെ പ്രസൻസ് കൊണ്ട് EFG വളരെ കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ കേസിൽ എങ്ങനെയാണ് സ്പ്ലിറ്റിംഗ് നടക്കുക നോക്കാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് റെപ്രസെൻ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിംഗിൾ ആയിട്ടുണ്ടാവും. എക്സൈറ്റഡ് സ്റ്റേറ്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, +1/2 ഇതുപോലെ +or-3/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ 2 ട്രാൻസിഷൻ ഉണ്ട്, ഈ ഗ്യാപ്പ് എന്താണ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് 2 2 തന്നെയാണ് കിട്ടുക. ഇപ്പോൾ ഇവിടെ എന്താണ് കേസ്, ഈ ഗ്യാപ്പ് കുറവായതുകൊണ്ടാണ് അത് ഓവർലേ ചെയ്ത് 2 പീക്ക് ഓവർലേ ചെയ്ത് ബ്രോഡ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന ഈ ΔEQ, അത് ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ് ഉള്ള ഈ എനർജി ഗ്യാപ്പ് കൂടുതലായതുകൊണ്ട് തന്നെ 2 ലൈനായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ കേസ് 2 പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, 2 സിഗ്നൽസ് കിട്ടും, 2 പീക്ക് കിട്ടും. അപ്പോൾ ഇതാണ് അടുത്ത പറയാനുള്ളത്.
ആദ്യത്തെ കേസ് എന്താണ്? ലിഗാൻഡ് സിമെട്രി ഇല്ലാത്ത കേസിൽ എനർജി ഗ്യാപ്പ് കുറവാണെങ്കിൽ, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന എനർജി ഗ്യാപ്പ് കുറവാണെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം കിട്ടും. അതുപോലെ സിഗ്മ ഡോണർ അതുപോലെ പൈ അക്സെപ്റ്റർ ലിഗാൻഡ്സിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ EFG വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് 2 ലൈൻസ് കിട്ടും, 2 സിഗ്നൽസ് കിട്ടും. ഇനി നമ്മൾ കേസ് 3 ആണ് പറയുന്നത്. ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഗ്രേഡിയന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുപോലെ BZ നോട്ട് ഈക്വൽ ടു 0, അതായത് നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് BZ നോട്ട് ഈക്വൽ ടു 0 ആയിരുന്നു. ഇവിടെ എന്താണ്? നോട്ട് ഈക്വൽ ടു 0 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചേഞ്ച് വരിക എന്നുള്ളത്. അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് നമ്മൾ എങ്ങനെ എഴുതി? +1/2 അതുപോലെ -1/2 രണ്ടാണ് ഡീജനറേറ്റ് സ്റ്റേറ്റ് ഉള്ളത്. ഇവിടെ 4 സ്റ്റേറ്റ് ആണുള്ളത്, 4 ഡീജനറേറ്റ് സ്റ്റേറ്റ് ആണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ എന്താണ്? ഗ്രൗണ്ട് സ്റ്റേറ്റിന് സ്പ്ലിറ്റിംഗ് ഒന്നും സംഭവിക്കുന്നില്ല, അത് ഒരു സിംഗിൾ സ്റ്റേറ്റ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്തത്. അപ്പോൾ പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്തായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. -1/2 +1/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്തായി? 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതുവരെ നമ്മൾ പറഞ്ഞ എത്രയാണ്? 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ എന്തായിട്ട്? 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെ വന്നു? -3/2 -1/2 +1/2 +3/2. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് സ്പ്ലിറ്റിംഗ് ആണ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ സംഭവിക്കുന്നത്. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 ആയിട്ടും എക്സൈറ്റഡ് സ്റ്റേറ്റ് 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ടോട്ടൽ എത്ര ലെവൽസ് ഉണ്ട്? 6 ലെവൽസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിലത്തെ ട്രാൻസിഷൻ ആണ് പറയേണ്ടത്. അപ്പോൾ സെലക്ഷൻ റൂളിനൊന്നും വ്യത്യാസമൊന്നുമില്ല, 0 അതുപോലെ +1 തന്നെയാണ് സെലക്ഷൻ റൂൾ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ എന്താണ്? 2 ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ഒന്ന് -1/2 ഒന്ന് +1/2. അപ്പോൾ ട്രാൻസിഷൻ എവിടെ നിന്ന് തുടങ്ങണം? ഒന്ന് -1/2 എന്ന് തുടങ്ങുന്ന ട്രാൻസിഷൻ, പിന്നെ ഒന്ന് +1/2 എന്ന് തുടങ്ങുന്ന ട്രാൻസിഷൻ. അപ്പോൾ നമുക്ക് ഓരോ റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം, 0 അതുപോലെ -1 +1. അപ്പോൾ അതാണ് ഈ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. അതായത് -1/2 എന്ന് -1/2, അതുപോലെ -1/2 എന്ന് -3/2, -1/2 എന്ന് +1/2. അങ്ങനെ 3 ട്രാൻസിഷൻ എവിടുന്ന് വന്നു? ഏറ്റവും താഴത്തെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ -1/2 ലെവലിൽ നിന്ന് വന്നു. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. +1/2 എന്ന് +1/2, +1/2 എന്ന് -1/2, +1/2 എന്ന് +3/2. അങ്ങനെ ടോട്ടൽ എത്ര ലെവൽസ് ഉണ്ട്? 6 ലെവൽസ് ഉണ്ട്, 6 സിഗ്നൽസ് നമുക്ക് കിട്ടി. അപ്പോൾ ഇതാണ് കേസ് 3. എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റ് 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ടോട്ടൽ 6 ലെവൽസ് വന്നു. 6 ലെവൽസ് നിന്ന് 6 സിഗ്നൽസ് നമുക്ക് കിട്ടി. ഇനി ഇതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ സീമാൻ എഫക്റ്റ്. ഇത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്. അതായത് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ചെയ്തിട്ട് 6 ലെവൽസ് ആയിട്ട് മാറുന്നു. 6 ലെവൽസിൽ 6 ട്രാൻസിഷൻ നടക്കുന്നു, 6 സിഗ്നൽസ് കിട്ടുന്നു. ഇതാണ് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ്. അതിന് വേറൊരു പേരാണ് സീമാൻ എഫക്റ്റ്. ഇനി അതിന്റെ ഡയഗ്രം എങ്ങനെ വരും അല്ലെങ്കിൽ പ്ലോട്ട്? ഇന്റൻസിറ്റി ഓഫ് ഗാമ റേ വേഴ്സസ് സ്പീഡ് ഓഫ് സോഴ്സ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ലൈൻസ് ഉണ്ട്. 6 ലൈൻസ് ആണ് ഈ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ എഴുതിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഇന്റൻസിറ്റി റേഷ്യോ ആണ്. 3:2:1:1:2:3. ഇതാണ് 6 ലൈൻസിന്റെ ഇന്റൻസിറ്റി റേഷ്യോ. അപ്പം ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാം? അതെ, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസിൽ എത്ര സിഗ്നൽസ് കിട്ടാൻ ചോദിക്കാം. ആ ഒരു സ്പ്ലിറ്റിങ്ങിനെ പറയുന്ന പേരെന്താണെന്ന് ചോദിക്കാം. അതിന്റെ ഇന്റൻസിറ്റി റേഷ്യോ എന്താണ് ചോദിക്കാം. അപ്പോൾ 6 ലൈൻസ് ഉണ്ട്, അതിന്റെ റേഷ്യോ 3:2:1:1:2:3. അതിനെ പറയുന്ന പേര് ഹൈപ്പർ ഫൈൻ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ സീമാൻ എഫക്റ്റ്. 6 ലെവൽസ് ഉണ്ട്, 6 സിഗ്നൽസ് ഉണ്ട്. ഗ്രൗണ്ട് സ്റ്റേറ്റ് 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, എക്സൈറ്റഡ് സ്റ്റേറ്റ് 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. സെലക്ഷൻ റൂള് എപ്പോഴും സെയിം ആണ്, 0 +1. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കേസ് 3 പറയാനുള്ളത്. ഇനി പറയേണ്ടത് ഐസോമർ ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് നമ്മൾ കോമൺ ആയിട്ട് S ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്
ഉള്ളത്. അത് ഐസോമർ ഷിഫ്റ്റ് arises due to the non-zero volume of the nucleus and the electron charge density due to s electron within it. This lead to Coulomb interaction altering nuclear energy level. അതായത് എസ് ഇലക്ട്രോണിൻ്റെ എഫക്റ്റ് കൊണ്ട് അതിൽ അതായത് നമ്മളിപ്പോൾ പറഞ്ഞ സ്പ്ലിറ്റിങ്ങിലും അതുപോലെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലൊക്കെ വേരിയേഷൻസ് വരാം. അപ്പോൾ അതിനെയാണ് ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എസ് ഇലക്ട്രോണിൻ്റെ എൻവയോൺമെൻറ്റ് സോഴ്സും അബ്സോർബറും തമ്മിൽ എസ് ഇലക്ട്രോണിൻ്റെ ഡെൻസിറ്റിയിൽ അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഡിഫറൻറ്റ് കൊണ്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. അതാണ് ഐസോമർ ഷിഫ്റ്റ്. This shift whole spectrum positively or negatively depends on the s electron density. അതായത് നെഗറ്റീവായിട്ടും നെഗറ്റീവ് ഷിഫ്റ്റും ഉണ്ടാക്കാം, പോസിറ്റീവ് ഷിഫ്റ്റും ഉണ്ടാക്കാം. ആർക്ക്? എസ് ഇലക്ട്രോണിന്. അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് എന്നൊക്കെ പറയുന്ന സമയത്ത് അതായത് സോഴ്സ് നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ടോ അതായത് നമ്മൾ കെമിക്കൽ ഷിഫ്റ്റ് ടോ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഐസോമർ ഷിഫ്റ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ടോ ഈക്വൽ ടു കെ. കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻ്റ് വാല്യൂ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, ജസ്റ്റ് കൺസെപ്റ്റ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ആർ ഇ സ്ക്വയർ മൈനസ് ആർ ജി സ്ക്വയർ ഇൻറ്റു സൈ എസ് സ്ക്വയർ എസ് മൈനസ് സൈ എസ് സ്ക്വയർ എ. അപ്പോൾ അതിൽ എസ് എന്ന് പറയുന്നത് സോഴ്സും എ എന്ന് പറയുന്നത് അബ്സോർബറുമാണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് റേഡിയസ് ആണ്. ആർ ഇ എന്ന് പറയുന്നത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ റേഡിയസ്, ആർ ജി എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലെ റേഡിയസ്. ഇത് റെപ്രസെൻ്റ് ചെയ്യും. സൈ എസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി സോഴ്സാണ്. എ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി അറൗണ്ട് അബ്സോർബറാണ്. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഐസോമർ ഷിഫ്റ്റിൻ്റെ. കെ ഇൻറ്റു ആർ ഇ സ്ക്വയർ മൈനസ് ആർ ജി സ്ക്വയർ ഇൻറ്റു സൈ എസ് സ്ക്വയർ എസ് മൈനസ് സൈ എസ് സ്ക്വയർ എ. അപ്പോൾ ഇതിൽ പറയാനുള്ളത് ഇപ്പോൾ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഈ ഡിഫറൻസ്. ഡെൽറ്റ ആർ നെഗറ്റീവ് ആണെങ്കിൽ നമ്മളെ ടോ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതായത് ഐസോമർ ഷിഫ്റ്റ് ഇതിപ്പം നെഗറ്റീവാണ്. ഇതിപ്പം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഇതും എന്താണ്? നെഗറ്റീവാണ്. അപ്പം നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഈ വാല്യൂ എന്തായിരിക്കും? നമുക്കതിന് നെഗറ്റീവ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. അതായത് ഐസോമർ ഷിഫ്റ്റ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. അതുപോലെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി ഇലക്ട്രോൺ ഡെൻസിറ്റി ആണ്. അതാണ് ഡെൽറ്റ ആർ പോസിറ്റീവ് ആവുന്ന കേസ്. ഡെൽറ്റ ആർ നെഗറ്റീവ് ആവുന്ന കേസ്. നെഗറ്റീവ് ആവുന്ന കേസ് പറഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ റേഡിയസ് ആയിരിക്കും കൂടുതൽ, എക്സൈറ്റഡ് സ്റ്റേറ്റിലെ റേഡിയസ് കുറവായിരിക്കും. ആ കേസിൽ ടോന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഐസോമർ ഷിഫ്റ്റ് എസ് ഇലക്ട്രോണിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ഡി ഇലക്ട്രോണിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ജസ്റ്റ് റിവേഴ്സ് പറയുകയാണെങ്കിൽ ഡെൽറ്റ ആർ പോസിറ്റീവ് ആവുന്ന കേസിൽ ടോന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കെന്ത് പറയാൻ പറ്റും? ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് എസ് ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഡി ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആണ്. ആദ്യത്തേത് നമ്മൾ അയണിൻ്റെ കേസിൽ പറയും, രണ്ടാമത്തെ നമ്മൾ ടിന്നിൻ്റെ കേസിൽ പറയും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്നേ പഠിക്കണ്ടു, മറ്റേത് ജസ്റ്റ് റിവേഴ്സ് ആണെന്ന് ആലോചിക്കുക, അത്രയേ ഉള്ളൂ. അയൺ വെച്ചിട്ട് തന്നെ പഠിക്കുക, എന്നിട്ട് ടിന്നിന് അയണിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആണെന്ന് പഠിക്കുക. അതായത് ഇത് വെച്ചിട്ട് പ്രോബ്ലം അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറയേണ്ടത്, എസ് ഇലക്ട്രോൺ ഡെൻസിറ്റി വെച്ചിട്ട്. അതായത് ഡെൽറ്റ ആർ നെഗറ്റീവ് ആവുന്ന കേസിൽ അതായത് അയണിൻ്റെ എല്ലാം കേസിൽ അയണിൻ്റെ കോംപ്ലക്സസ് ഒക്കെ വരുന്ന കേസിൽ അതിൻ്റെ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എസ് ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് എസ് ഇലക്ട്രോണിൻ്റെ ക്ലൗഡ് കൂടുന്തോറും നമുക്ക് കിട്ടുന്ന ഷിഫ്റ്റ് കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്തായിരിക്കും? കുറവായിരിക്കും അയണിൻ്റെ കേസിൽ. അപ്പോൾ അതുപോലെ തന്നെ ഡി ഇലക്ട്രോൺസ് കൂടുന്ന സമയത്ത് എന്താണ് അയണിൻ്റെ ആ കപ്പാസിറ്റി അല്ലെങ്കിൽ ഐസോമർ ഷിഫ്റ്റ് എന്നുള്ള പ്രോസസ്സ് അല്ലെങ്കിൽ ആ വാല്യൂ കൂടുതലായിരിക്കും. നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇനി ഐസോമർ ഷിഫ്റ്റ് വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം പൈഅസെപ്റ്റർ ക്യാരക്ടർ ഓഫ് ലിഗാൻഡ്, അതായത് പൈഅസെപ്റ്റർ ക്യാരക്ടർ ഓഫ് ലിഗാൻഡ് കൂടുന്ന സമയത്ത് ഐസോമർ ഷിഫ്റ്റ് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ FeCl2 PPH3 4 times, FeCl2 PMe3 4 times. ഇതിൽ പൈഅസെപ്റ്റർ ക്യാരക്ടർ കൂടുതലുള്ളവർക്കാണ് PPH3ക്കാണ് കൂടുതൽ പൈഅസെപ്റ്റർ ക്യാരക്ടർ ഉള്ളത്. കാരണം അതിൽ 3 ഫീനിൽ റിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൈഅസെപ്റ്റർ ലിഗാൻഡിൻ്റെ പ്രസൻസിൽ ഐസോമർ ഷിഫ്റ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും കുറവായിരിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ. അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഐസോമർ ഷിഫ്റ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പോൾ ഇവിടെ Fe2+ എന്നുള്ള കോൺഫിഗറേഷൻ വരുമ്പോൾ D6 ആണ് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. അത് നമുക്ക് എങ്ങനെ എഴുതാം? T2G4 EG2. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യാന്നുള്ളത്. നിങ്ങൾ +2 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, അതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ്. അതായത് ഒക്ടാഹെഡ്രൽ സ്പ്ലിറ്റിംഗ് ആണ്. അപ്പോൾ 3 ലെവൽ താഴെയും 2 ലെവൽ മുകളിലും ആയിരിക്കും ഉണ്ടാവും. 5 ഡീജനറേറ്റ് സ്റ്റേറ്റ് എന്താകും? 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 3 ലെവൽസിന് നമ്മൾ T2G എന്ന് പറയും, മുകളിലുള്ള 2 ലെവലിന് EG എന്ന് പറയും. ടെട്രാഹെഡ്രൽ കേസ് ആണെങ്കിൽ താഴെ E വരും, മുകളിൽ T2 വരും. അങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങൾ +2 ടെക്സ്റ്റിലൊക്കെ നോക്കുക. കോർഡിനേഷൻ കെമിസ്ട്രീൻ്റെ ചാപ്റ്റർ ഉണ്ട്, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ D6 നമുക്ക് എങ്ങനെ എഴുതാം? T2G4 EG2 എന്ന് എഴുതാം. അതുപോലെ തന്നെ Fe3+ ആവുന്ന കേസിൽ D5 ആണ് കോൺഫിഗറേഷൻ വരിക. കാരണം +3 എന്ന് പറയുമ്പോൾ +2 എന്നൊരു ഇലക്ട്രോൺ കൂടി എടുക്കുന്നു. അപ്പോൾ D5 കോൺഫിഗറേഷൻ വന്നു. അതിന് നമുക്ക് T2G3 EG2 എന്ന് എഴുതാം. അത് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചാൽ ഈ 2 ലിഗാൻഡ് എന്താണ്? വീക്ക് ലിഗാൻഡ്സ് ആണ്. വീക്ക് ലിഗാൻഡ്സ് ഹൈ സ്പിൻ കോംപ്ലക്സസ് ആണ് ഫോം ചെയ്യുക. അപ്പോൾ +2ൻ്റെ കോൺഫിഗറേഷൻ T2G4 EG2, അതുപോലെ D5ൻ്റെ T2G3 EG2. അപ്പോൾ ഇത് രണ്ടും നോക്കുന്ന സമയത്ത് T2Gയിൽ 3 ലെവൽസാണ്, EGയിൽ 2 ലെവൽസാണ്. അപ്പോൾ ഇതിൽ എന്തുണ്ട്? ഒരു സിമെട്രി ഉണ്ട്. അതായത് എല്ലാം ഒരു ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷനാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതായത് മോർ സിമെട്രിക് ആയിട്ടുള്ള കോൺഫിഗറേഷനാണ് കിട്ടുക. അപ്പോൾ അവിടെ എന്തായിരിക്കും? അതിൻ്റെ ക്യാരക്ടർ കുറവായിരിക്കും. അതായത് സിമെട്രി ഉള്ള കേസിൽ ഷിഫ്റ്റ് എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ Fe3+ എന്താണ്? അങ്ങനെയാണ് ഐസോമർ ഷിഫ്റ്റ് ലോവർ വാല്യൂ വരുന്നത്. അപ്പോൾ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്തോറും ഐസോമർ ഷിഫ്റ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ സ്പെക്ട്രം പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം. Fe2+ൻ്റെത് 2 ലൈൻസാണ് കിട്ടുക. കാരണം എന്താണ്? ഇവിടെ ലിഗാൻഡ് സിമെട്രി ഇല്ല. അപ്പോൾ EFG ≠0 ആണ്. അപ്പോൾ നമുക്ക് സിംഗിൾ ലൈൻ അല്ല, 2 ലൈൻസ് ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ Fe2+ലോട്ടേക്ക് വരുമ്പം Fe3+ലോട്ടേക്ക് വരുമ്പോൾ ആ ഗ്യാപ്പ് എന്ത് ചെയ്യും? കുറയും. Fe3+ എന്താണ്? ഐസോമർ ഷിഫ്റ്റ് കുറവാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഗ്യാപ്പ് കുറയും. അപ്പോൾ ഇങ്ങനെയാണ് ഡയഗ്രാം വരിക. അപ്പോൾ രണ്ടിനും എന്താണ്? 2 ലൈൻസ് തന്നെയാണ് കിട്ടുക. പക്ഷേ ഇവിടെ ഗ്യാപ്പ് കൂടുതലായിരിക്കും. +2ന് ഗ്യാപ്പ് കൂടുതലായിരിക്കും, +3ക്ക് ഗ്യാപ്പ് കുറവായിരിക്കും. ആൻഡ് ഇതിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു CSIR ക്വസ്റ്റ്യൻ ആണ് ഡിസംബർ 2014. കറക്റ്റ് ഓർഡർ ഓഫ് ഐസോമർ ഷിഫ്റ്റ് ഇൻ മോസ്ബിയർ സ്പെക്ട്ര F57 സോഴ്സ് ഓഫ് അയൺ ഈസ് Fe4+, Fe3+, Fe2+. അപ്പോൾ ആ 3 അതായത് +2, +3, +4 ഓക്സിഡേഷൻ സ്റ്റേറ്റിൻ്റെ കറക്റ്റ് ഐസോമർ ഷിഫ്റ്റിൻ്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും ഓർഡർ? ശരിക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന സമയത്ത് ഐസോമർ ഷിഫ്റ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. D2 എന്ന് പറയുന്ന Fe2+ എന്ന് പറയുന്ന D6 കോൺഫിഗറേഷൻ ആണ് T2G4 EG2. അത് നമ്മൾ D5 ആയിട്ട് വരുമ്പോൾ T2G3 EG2, പിന്നെ D4ലേക്ക് വരുമ്പോൾ T2G3 EG1. അപ്പോൾ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഐസോമർ ഷിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. Feൻ്റെ കേസിൽ ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്? ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. S ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ഐസോമർ ഷിഫ്റ്റ് കുറയും. അതുപോലെ D ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പോൾ ഐസോമർ ഷിഫ്റ്റ് കൂടും. അപ്പോൾ ഇവിടെ D ഇലക്ട്രോൺ ആർക്കാണ് കൂടുതൽ? Fe2+നാണ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് Fe3+, അത് കഴിഞ്ഞിട്ട് Fe4+. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മുന്നേ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഐസോമർ ഷിഫ്റ്റ് എന്ന് പറയുന്നത് S ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ അല്ലെങ്കിൽ S ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും D ഇലക്ട്രോൺ ഡെൻസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലുമാണ്. ഇനി ടിന്നിൻ്റെ കേസ് വരുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് റിവേഴ്സ് ആയിരിക്കും വരിക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. കാരണം അത്ര ജസ്റ്റ് ഒന്ന് 1 or 2 സെക്കൻഡ്സിൽ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അതുപോലെ CSIR ക്വസ്റ്റ്യൻ എടുക്കുന്ന ഒരു പരിപാടി PSCക്ക് ഉണ്ട്. കാരണം HSTക്ക് വല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ Fe4+നാണ് ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ്, ഏറ്റവും കുറവ് ഷിഫ്റ്റ് ഉണ്ടാവുക. Fe2+നാണ് ഏറ്റവും കൂടുതൽ ഷിഫ്റ്റ് ഉണ്ടാവുക. ഇനി അടുത്ത് നമ്മൾ ടിന്നിൻ്റെ കേസാണ് നോക്കുന്നത്. SN, SN+, SN2+, SN3+, SN4+. അപ്പോൾ നേരത്തെ നമ്മൾ അയണിൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്ന സമയത്ത് ഐസോമർ ഷിഫ്റ്റ് കുറയുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു റെഗുലർ പാറ്റേൺ ഒന്നും എഴുതാൻ വേണ്ടി പറ്റില്ല. അതിൻ്റെ റീസൺ പറയാം. അപ്പോൾ ആദ്യം അതിൻ്റെ കോൺഫിഗറേഷൻ നോക്കാം. 5s2, 5p2. അപ്പോൾ 5 എന്താണ്? 5 എന്നുള്ള ഷെൽ നമ്പറാണ്.
S2P2 ആണ്. Sn പ്ലസിലോട്ടേക്ക് വരുമ്പം P എന്നൊരു ഇലക്ട്രോൺ പോയി P1 ആയിട്ട് മാറി, S2P1 ആയി. ഇനി വീണ്ടും ഒരു ഇലക്ട്രോൺ പോവുക പറഞ്ഞാൽ ഈ P ആണ് ഔട്ടർ ഷെല്ല്, അപ്പോൾ P എന്നാണ് ആദ്യത്തെ ഇലക്ട്രോൺസ് പോവുക. അപ്പോൾ ഇത് 5s2 ആയിട്ട് മാറി. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യണം. അപ്പോൾ ഇവിടുന്ന് പോകും S1 എന്നാണ് പോവുക, അല്ല S എന്നാണ് പോവുക, S1 ആയിട്ട് മാറും. വീണ്ടും ഒരു ഇലക്ട്രോൺ റിമൂവ് ചെയ്യുക, S എന്ന് പോയി S0 ആയിട്ട് മാറി. അപ്പോൾ ഈ കോൺഫിഗറേഷൻ വന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. S2P2, S2P1, S2P0, S1P0, S0P0. ഇനി നമുക്ക് നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ, അതായത് S ഇലക്ട്രോൺ ഡെൻസിറ്റീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാം? S ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് ടിന്നിൻ്റെ കേസിൽ ഐസോമർ ഷിഫ്റ്റ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ Feൻ്റെ കേസ്, അയണിൻ്റെ കേസിൽ ജസ്റ്റ് റിവേഴ്സ് ആണ്. അയണിൻ്റെ കേസിൽ എന്ത് പറഞ്ഞു? S ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പം ഐസോമർ ഷിഫ്റ്റ് കുറയുന്നു പറഞ്ഞു. പക്ഷെ ടിന്നിൻ്റെ കേസിൽ S ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുമ്പം ഐസോമർ ഷിഫ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ 2 കാറ്റഗറി ആക്കിയിട്ട് മാറ്റാം. എങ്ങനെ മാറ്റാം? ഇതെല്ലാം ഒരു ഗ്രൂപ്പാണ്, അതായത് ഇതിലെല്ലാം എന്താണ്? S2 കോൺഫിഗറേഷൻ ഉണ്ട്, ഇതിൽ S1, S0. അപ്പോൾ ആദ്യം നമ്മൾ എസിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അതായത് S ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്ന സമയത്ത് അതിന് ഐസോമർ ഷിഫ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ Sn, Sn+, Sn2 ആണ് കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ആര് വരും? Sn3+ വരും. ലീസ്റ്റ് ആരാണ്? Sn4+ ആണ്. അപ്പോൾ ഇത് എഴുതിയ നമ്മൾ S ഇലക്ട്രോൺ ഡെൻസിറ്റീൻ്റെ ബേസിൽ. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് P അല്ലെങ്കിൽ D ഇലക്ട്രോൺ ഡെൻസിറ്റീൻ്റെ ബേസിൽ നമുക്ക് പറയാം. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയാം. അതായത് D ഇലക്ട്രോണിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ P ഇലക്ട്രോണിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെ വരും? P ഏതിലാണോ കൂടുതൽ അതിനായിരിക്കും ഏറ്റവും കുറവുണ്ടാവുക. അപ്പോൾ ഇവിടെ ഏതിനാണ് ഏറ്റവും കുറവ്? Snലാണ് ഏറ്റവും കുറവ്. അത് കഴിഞ്ഞിട്ട് Sn+ വന്നു, അത് കഴിഞ്ഞിട്ട് Sn2+ വന്നു. അപ്പോൾ 2+നാണ് സെക്കൻഡ് കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവാർക്കാണ് Snലാണ്. ഇനി ഇതും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? Sn2+ ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞിട്ട് Sn+, അത് കഴിഞ്ഞിട്ട് Sn. ഈ മൂന്നെണ്ണം എന്താണ്? മറ്റേതിനെ രണ്ടിനേക്കാളും കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്തത് അതിനേക്കാളും കുറവാണ് Sn3+, ഏറ്റവും ലീസ്റ്റ് Sn4+. അപ്പോൾ ഇവിടെ എന്തില്ല? ഒരു റെഗുലർ പാറ്റേൺ ഇല്ല. അതായത് ഓക്സിഡേഷൻ കൂടുമ്പം കൂടുന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല, അതുപോലെ കുറയുമ്പോൾ കുറയുന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ അതിനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡെൻസിറ്റീൻ്റെ ബേസിൽ മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം S ഇലക്ട്രോൺ ഡെൻസിറ്റിയിൽ കമ്പയർ ചെയ്തു, അത് കഴിഞ്ഞിട്ട് അടുത്ത P ഓർബിറ്റൽ ഡെൻസിറ്റിയിൽ കമ്പയർ ചെയ്തു. അപ്പോൾ ഇത് Snൻ്റെ ടിന്നിൻ്റെ ഐസോമർ ഷിഫ്റ്റിൻ്റെ സീരീസാണ്. അപ്പോൾ ഇതും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, FeCO 5 times, Fe2CO 9 times. ഇത് മെറ്റൽ കാർബണിൽ വരുന്നതാണ്. ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ മെറ്റൽ കാർബണിൽ നോക്കിയൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് രണ്ടിനെന്ന് വെച്ചാൽ 1 സിഗ്നലാണ്, പക്ഷെ അത് ഡബിളറ്റ് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഈ എക്സാമ്പിൾസിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ പഠിക്കുക. അതായത് FeCO 5 times മോസ്റ്റ് ബെസ്റ്റ് ബെറ്റർ എങ്ങനെ തരുമെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ 1 സിഗ്നൽ ഡബിളറ്റ് അങ്ങനെ തന്നെ പഠിക്കുക. 1 സിഗ്നൽ ഡബിളറ്റ്. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ കാണാം. ചിലപ്പോൾ ഡബിളറ്റ് എന്നോ അല്ലെങ്കിൽ സിംഗിളറ്റ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ഡബിളറ്റ് എന്നുള്ള വേർഡും വേണം, അതുപോലെ 1 സിഗ്നൽ. എത്ര സിഗ്നൽ തരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സിഗ്നലാണ്, അത് ഡബിളറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലാതെ 2 സിഗ്നൽ അല്ല. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ കാണുമ്പോൾ 2 സിഗ്നലാണെന്ന് വിചാരിക്കും, പക്ഷെ അത് 1 സിഗ്നൽ ഇറ്റ് കൺവേർട്ട് ടു ഡബിളറ്റ്, അങ്ങനെയാണ് അതുള്ളത്. ഇനി അതെങ്ങനെ വരുന്നു നോക്കാം. അപ്പോൾ ഇതാണ് FeCO 5 ടൈംസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാർബണിലും എന്താണ് സെയിം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം ഈ മൂന്ന്, അതായത് ഈ സോളിഡ് ലൈനിൽ വരച്ച 3 പ്ലെയിനിലും അതുപോലെ ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ട് എബോ ദ പ്ലെയിനും മറ്റേത് ബിലോ ദ പ്ലെയിനുമാണ്. അതായത് ട്രൈഗണൽ ബൈപിരമിഡൽ സ്ട്രക്ചറാണ് ഇതിന്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒന്ന് ആക്സിയൽ ആണ്, ഒന്ന് ഇക്വറ്റോറിയൽ ആണെന്ന് പറയാം. അതായത് പ്ലെയിനിലുള്ളതെല്ലാം ഇക്വറ്റോറിയലും മറ്റേത് രണ്ടും നമ്മൾ ആക്സിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു അയണേ ഉള്ളൂ, അതുകൊണ്ട് അതിലെന്താണ് ഒരു സിഗ്നൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഡ്യൂ ടു ലിഗാൻഡ് അൺസിമെട്രി അല്ലെങ്കിൽ ലിഗാൻഡ് സിമെട്രി ഇല്ലാത്ത കേസിൽ എന്ത് ചെയ്യും? അത് സ്പ്ലിറ്റ് ചെയ്യും. അതായത് അതിന് എന്തായിട്ട് മാറാൻ പറ്റും? ഡബിളറ്റ് ആയിട്ട് മാറാൻ പറ്റും ഡ്യൂ ടു ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിംഗ്. അപ്പോൾ അയൺ FeCO 5 ടൈംസ് സിംഗിൾ സിഗ്നലാണ്, പക്ഷെ അത് ഡബിളറ്റ് ആണ്, കാരണം ലിഗാൻഡ് സിമെട്രി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ലിഗാൻഡ്സ് ആക്സിയൽ ഇക്വറ്റോറിയൽ എന്നുള്ളൊരു രീതിയിൽ ആയതുകൊണ്ട്. അപ്പോൾ അതേപോലത്തെ കേസാണ് Fe2CO 9 ടൈംസിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സിമെട്രി ഉണ്ട്. അപ്പോൾ പ്ലെയിനോ സിമെട്രി ഉണ്ട്. ആ പ്ലെയിനോ സിമെട്രിയിൽ
വരുന്നത് കൊണ്ട് തന്നെ ഈ 2 അയണും സെയിം ആണ്, അതായത് സെയിം എൻവയോൺമെൻറ്റിലാണ് 2 അയൺസും ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനും എന്താണ് സിംഗിൾ ലൈൻ എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ സിംഗിൾ സിഗ്നൽ എന്നാണ് പറയുക. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ടെർമിനൽ കാർബണിലും ഉണ്ട്, ബ്രിഡ്ജ്ഡ് കാർബണിൽസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു സ്പ്ലിറ്റിങ്, ഒരു ക്വാഡ്രപ്പിൾ സ്പ്ലിറ്റിങ് പ്രകാരം അതും എന്തായിട്ട് വരും, ഒരു ഡബിളറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സിഗ്നൽ ഡബിളറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ആ എക്സാമ്പിൾസിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുക. FeCO 5 ടൈംസിൻ്റെ സിഗ്നൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 സിഗ്നൽ ഡബിളറ്റ് എന്ന് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ Fe2CO9ൻ്റെ 1 സിഗ്നൽ ഡബിളറ്റ് എന്ന് പഠിക്കുക. അടുത്തത് Fe3CO12 ആണ്. Fe3CO12ൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 കാർബണിൽ നോക്കിയാൽ ഈ 2 അയൺ നോക്കിക്കഴിഞ്ഞാൽ 3 ടെർമിനൽ കാർബൺസും 2 ബ്രിഡ്ജിലും ഒരു അയണുമായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും എന്താണ് സെയിം ആണ്, പക്ഷേ ഇത് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ, ബ്രിഡ്ജ്ഡ് കാർബണിൽസ് ഇല്ല, അതുപോലെ തന്നെ 4 എണ്ണം എന്താണ് ടെർമിനൽ കാർബണിൽസ് ആണ്. അതായത് 2 ടൈപ്പ് ഓഫ് അയൺ ഈ ഒരു മോളിക്യൂളിൽ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 2 സിഗ്നൽ കിട്ടും. പക്ഷേ ആ 2 സിഗ്നലും എന്ത് ചെയ്യും, ഡബിളറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക, ഡബിളറ്റ് ആണ് കിട്ടുക. അത് വീണ്ടും എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ 4 പീക്സ് പോലെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ ഇത് ഈ Fe3CO12ൻ്റെ കേസിൽ എങ്ങനെ പറയണം, 2 സിഗ്നൽ ബട്ട് ഡബിളറ്റ്. നമ്മൾ ബാക്കി FeCO 5 ടൈംസിൻ്റെ അല്ലെങ്കിൽ Fe2CO9ൻ്റെ ടൈമിൽ 1 സിഗ്നൽ ഡബിളറ്റ്, Fe3CO12ൻ്റെ കേസിൽ 2 സിഗ്നൽ ഡബിളറ്റ്. ആ കാര്യം കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക, എക്സാമ്പിൾ എടുക്കുക, അതുപോലെ തന്നെ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത കൺസെപ്റ്റ്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ദ നെഗറ്റീവ് അയോൺ ഇൻ ദ അയോണിക് കോമ്പൗണ്ട് ഇൻക്രീസസ് ദ കെമിക്കൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഐസോമർ ഷിഫ്റ്റ്. അതായത് ഇപ്പം എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് FeBr2, FeCl2, FeF2. അപ്പോൾ ഇവിടെ എല്ലാത്തിലും അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്, +2 ആണ്. പക്ഷെ ആകെയുള്ള ഡിഫറൻസ് ഇത് അറ്റാച്ച് ചെയ്തിട്ടുള്ള ആറ്റത്തിലാണ്. അപ്പോൾ അതിൽ ഫ്ലൂറിന് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് എന്ത്, ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൂറിന് ഏറ്റവും കൂടുതൽ ഐസോമർ ഷിഫ്റ്റ് ഉണ്ടാകും. അതുപോലെ ഏറ്റവും ലീസ്റ്റ് ആർക്കാണ് ബ്രോമിൻ അല്ലെങ്കിൽ അയോഡിൻ. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്ന സമയത്ത് അയോണിക് കോമ്പൗണ്ടിന് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്ന സമയത്ത് ഐസോമർ ഷിഫ്റ്റ് എന്ത് ചെയ്യും, കൂടുതലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതേ സിമിലർ ട്രെൻഡ് നമുക്ക് എവിടെയും പറയാം, ടിന്നിൻ്റെ കേസിലും പറയാം. ഇതിൽ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷേ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വ്യത്യാസമുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ 2നും 2 ക്യാരക്ടറാണ്, പക്ഷേ ഈ ഒരു കേസിൽ 2നും സെയിം ക്യാരക്ടറാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് നെഗറ്റീവ് അയോൺ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഐസോമർ ഷിഫ്റ്റ് വാല്യൂ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ്, to record MOSFET spectrum of ion containing sample, a source X is used. X after the nuclear transformation gives gamma radiation used in mass bias spectroscopy. ജൂൺ 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മളിത് ബേസിക്, അതായത് അതിൻ്റെ നമ്മൾ തിയറി പറഞ്ഞിട്ടുണ്ട്, തിയറിയിലത്തെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഴ്സ് എക്സ് എന്ന് പറയുന്ന ഒരു സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആ എക്സ് എന്തോ ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് തരുന്ന പറഞ്ഞാൽ ഗാമ റേഡിയേഷൻ തരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു നമ്മളെ സോഴ്സ് എന്ന് പറയുന്നത്, നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത്, കൊബാൾട്ട് 57 എന്നാണ് നമ്മൾ തുടങ്ങിയത്. കൊബാൾട്ട് 57 ഇലക്ട്രോൺ ക്യാപ്ചർ നടന്നിട്ട് എന്തായി, അയൺ 57 ആയി. അയൺ 57 എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ടേക്ക് വരുമ്പോൾ എന്ത് തരും, ഗാമ റേഡിയേഷൻ തരും. ആ ഗാമ റേഡിയേഷൻ ആണ് ആര്, സാമ്പിൾ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽ തരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ വരിക, കൊബാൾട്ട് 57 ഇലക്ട്രോൺ ക്യാപ്ചർ. അപ്പോൾ ഇത് ജൂൺ 2016 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് എല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ മോസ്ഫെറ്റ് സ്പെക്ട്രം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ അതിലെ കൺസെപ്റ്റും കാര്യങ്ങളും, അതായത് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. മോസ്ഫെറ്റിൽ നിങ്ങൾ കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പറഞ്ഞത് അതുപോലെ നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് സീമാൻ എഫക്റ്റ് റിലേറ്റഡ് ആണ്. അപ്പോൾ അത് വീണ്ടും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് മോസ്ഫെറ്റിൽ പറയാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്.